വെക്കേഷൻ ഒക്കെ അല്ലേ എങ്ങോട്ടെങ്കിലും പോവാതെ ഇരുന്ന് എങ്ങനെ ശരിയാവാ? നമ്മുടെ പാക്കിങ് കണ്ടൊക്കെ നിങ്ങൾക്ക് തോന്നും വല്ല ഡൽഹിക്കോ മണാലിക്കോ ഒക്കെ ആണെന്ന്. പക്ഷെ അങ്ങോട്ടൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് നമുക്കും പോവാടോ. ഇവന്റെ കോസ്റ്റ്യൂം കണ്ട് നിങ്ങൾക്ക് തോന്നും നമ്മൾ പോണത് ഗോവയ്ക്കാണ്. ഇന്ന് അങ്ങോട്ടും അല്ല. ഇത് കണ്ടിട്ട് തമിഴ്നാട്ടിൽ ശവത്തിന് വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രം. അങ്ങനെ പോകുന്ന വഴിക്ക് ഏതൊരു ഹോട്ടലിൽ കയറി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് എത്തിയാൽ നമ്മുടെ ഫുൾ ഉത്തരവാദിത്തം പിന്നെ കുട്ടിച്ചാത്തിനുള്ളതാണ്. വൈ? ബിക്കോസ് ഓന്റെ വീട് അവിടെയാണ്. സോ നമുക്ക് റൂം സെറ്റ് ആക്കാൻ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഓൻക്കാണ്. ഇവിടെ ഒരാൾക്ക് ഇൻഡോ വ്ലോഗിൽ വരാൻ ഭയങ്കര നാണം. പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇത് കുട്ടിച്ചാത്തന്റെ ഫ്രണ്ട് ഫഹദ്. യേശു ക്രിസ്തു പാന്റും ഷർട്ടും ഇട്ട് വന്ന പോലെയാണ് ഓന്റെ കോലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓനെ യേശു എന്നാണ് വിളിക്കാറ്. സമാധാനത്തോടെ ഇരിക്കുന്ന കുറച്ച് പ്രാവിനെ കല്ലെറിഞ്ഞ് പറപ്പിച്ചിട്ട് നമ്മൾ ട്രിപ്പ് തുടങ്ങി. ഫസ്റ്റ് നമ്മൾ പോയത് മട്ടാഞ്ചേരി പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പാലസ് ക്ലോസ്ഡ് ആയിരുന്നു. സാരില്ല, പാലസ് കണ്ടില്ലെങ്കിൽ എന്താ നമുക്ക് മട്ടാഞ്ചേരി ജോട്ടോണ് കാണാമല്ലോ, അതായത് ജൂത് തെരുവ്. ഈ സ്ട്രീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയുള്ള കുറെ സ്പോട്ടും ഇവിടെ ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഗ്രാം ഫോണിൽ ഞാൻ പാട്ടും കേട്ടത്. പിന്നെ അവിടെയുള്ള ജൂതപ്പള്ളി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. പക്ഷെ അതും അന്ന് ക്ലോസ്ഡ് ആയിരുന്നു. സാരില്ല, നമ്മൾ തളരൂല. അവിടെ അടുത്ത് ജൂതന്മാരെ അടക്കിയിട്ടുള്ള ഒരു സെമിത്തേരി ഉണ്ട് മണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. പക്ഷെ അവിടെ അലൗഡ് അല്ല. ടോട്ടലി പറഞ്ഞാലേ ഇനി ആ പ്രാവിന്റെ ശാപം വലുതാവോ. എന്തായാലും നമ്മൾ പിന്നെ നേരെ ഫോർട്ട് കൊച്ചിക്ക് പോയി. അവിടെ പിന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ ഫോറം മാളിക്ക് പോയി. ഇനി കുറച്ച് നേരം AC-യിൽ നടക്കാം. അങ്ങനെ അവിടേക്ക് ഇറങ്ങി കപ്പ ബിരിയാണി വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോവാണ്. ബാക്കി യാത്ര നാളെ. അപ്പൊ ടാറ്റാ.